السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي يسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ള ജീവിതത്തിനായി എപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കണേ, പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം എപ്പോഴും നിലനിർത്തുവാനും അവൻ മുത്തഖീങ്ങൾക്കായി ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുവാനും തൗഫീഖ് നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒട്ടേറെ മുഅ്ജിസത്തുകളുണ്ട്. മുഅ്ജിസത്ത് എന്ന് പറയുന്നത് മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ ജിന്നുകളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ മുഅ്ജിസത്തിന് നിർവചനം നൽകിയത് അൽ മുഅ്ജിസത്തു അംറുൻ ഹിയ അംറുൻ ഖാരിഖുൻ ലിൽ ആദ. സാധാരണക്ക് വിപരീതമായി അസാധാരണമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. യുൽഹിറുഹുല്ലാഹു തആല അലാ യദി അംബിയാഇഹി. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ പ്രവാചകന്മാരുടെ കൈകളിലൂടെ, പ്രവാചകന്മാരിലൂടെ അല്ലാഹു അത് വെളിപ്പെടുത്തുകയാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്ന അത്ഭുതകരമായ കാര്യം അവൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിലും സാഹചര്യത്തിലും സമയത്തിലും അവൻ ഉദ്ദേശിക്കുന്ന പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തുന്നതാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അത് പ്രവാചകന്മാരുടെ കഴിവായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു കഴിവല്ല, അല്ലാഹുവാണ് അത് ആ സമയത്ത് പ്രത്യേകമായി അത് നിർവഹിക്കുവാൻ അവരിലൂടെ റബ്ബുൽ ആലമീൻ അത് നിർവഹിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, പ്രവാചകന്മാരുടെ സത്യസന്ധതക്കുള്ള തെളിവുകളാണ് മുഅ്ജിസത്തുകൾ. സത്യവിശ്വാസികളായ ആളുകൾക്ക് അതിലൂടെ അവരുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതേ അവസരത്തിൽ നിഷേധികളായ ആളുകൾ അവരുടെ മനസ്സുകളിൽ അതിനോട് പുച്ഛമുണ്ടാകും, പരിഹാസമുണ്ടാകും, നിഷേധമുണ്ടാകും. ഇതൊക്കെയും മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചുരുങ്ങിയ വാക്കുകളാണ്. സഹോദരങ്ങളെ,
ഈ നിലക്ക് പ്രവാചക ജീവിതത്തിലുണ്ടായ ഒട്ടേറെ അത്ഭുതകരങ്ങളായ സംഭവങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് സംഭവങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ യാത്ര. മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസ് വരെയും അവിടെ നിന്നും 7 ആകാശങ്ങൾക്കുമുപരി അപ്പുറത്തേക്കും നീണ്ടു നിൽക്കുന്ന വിശാലമായ അത്ഭുതകരമായ ഒരു യാത്ര. ആ യാത്രയുടെ വിശദ വിവരങ്ങൾ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ഖുതുബയിൽ അത് വിശദീകരിക്കുന്നതിന് നമുക്ക് സമയമില്ല. നമുക്കെല്ലാവർക്കും അറിയാം, പ്രവാചക ജീവിതത്തിൽ അവിടുത്തെ ശരീരം കൊണ്ട് നടന്നിട്ടുള്ള അത്ഭുതകരമായ ഒരൊറ്റ രാത്രി കൊണ്ട് പോയി മടങ്ങി വന്നിട്ടുള്ള അത്യന്തം അപൂർവവും അതുപോലെ തന്നെ അത്ഭുതകരവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടത്തേക്ക് കാണിച്ചു കൊടുക്കപ്പെട്ടിട്ടുള്ള അത്ഭുത യാത്രയായിരുന്നു ഇസ്രാഉം മിഅ്റാജും എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ വാനലോകത്ത് വെച്ച് മഹാന്മാരായ ഒട്ടേറെ അമ്പിയാക്കളെ നേരിൽ കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവരുമായി കാണാനും കൂടിക്കാഴ്ച നടത്തുവാനും അവരിൽ നിന്ന് സലാം കേൾക്കുവാനും അവരോട് സലാം മടക്കുവാനും കഴിയുമാറ് അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാന്മാരായ പ്രവാചകന്മാരെയെല്ലാം ആ അത്ഭുതകരമായ യാത്രയുടെ മധ്യേ അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് മുഖേന കൊണ്ടുവന്നു എന്നാണ് വിശ്വാസികൾ അതിലൂടെ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ യാത്രയുണ്ടായത് വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്ത്, അതുപോലെ തന്നെ തനിക്ക് താങ്ങും തണലുമായിരുന്ന, വിശ്വാസിയായിരുന്നില്ലെങ്കിലും തന്റെ ദഅ്വാ രംഗത്ത് തനിക്ക് താങ്ങും തണലുമായിരുന്ന അബൂ താലിബിന്റെ വേർപാട്, ഈ വിഷമങ്ങളൊക്കെ സഹിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞിരുന്നിരുന്ന ഒരു സന്ദർഭത്തിൽ തന്നെയാണ് അവിടുന്ന് യാത്ര പോയത്. ത്വായിഫിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾക്ക് ശേഷവും കൂടിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആദരിച്ചുകൊണ്ടുള്ള ഈ യാത്ര എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വാനലോകത്ത് വെച്ച് മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ ചില നിർദ്ദേശങ്ങൾ കിട്ടിയതുകൂടി ചരിത്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹിതമായ വചനങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നു. ഒരാൾ തന്നോട് ഒരു കാര്യം ഉപദേശം തേടിയിട്ടില്ലെങ്കിൽ പോലും ഉപദേശിക്കേണ്ടുന്ന സന്ദർഭമാണ്, ഒരു നന്മ അറിയിച്ചു കൊടുക്കേണ്ടുന്ന നേരമാണെങ്കിൽ ആവശ്യപ്പെടാതെ തന്നെ ഒരു നന്മ മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ആ നന്മയെ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന പ്രവാചകന്മാരുടെ കീഴ്വഴക്കം ഈ യാത്രയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാനാരോഹണ യാത്രയിൽ അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ട രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അവിടുന്ന് എന്നോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ മുഹമ്മദ് അഖ്രി ഉമ്മതക സലാം, എന്റെ സലാം പ്രത്യേകമായി നിന്റെ സമുദായത്തിന് അറിയിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുകയാണ്, നിന്റെ ഉമ്മത്തിനോട് എന്റെ സലാം അറിയിക്കണം. തുടർന്നുകൊണ്ട് ഒരു നന്മ അറിയിച്ചു തരികയാണ്. എന്താണ് ആ നന്മ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസമില്ലാത്ത, വളരെയേറെ താല്പര്യപൂർവ്വം നാം ശ്രദ്ധിച്ചാൽ നിലനിർത്താനാകുന്ന ഏറ്റവും മഹത്വമായ ഒരു ദിക്റിന്റെ പ്രാധാന്യം ഇബ്രാഹിം അലൈഹിസ്സലാം അറിയിച്ചു തരികയാണ്. വാഖ്ബിറുഹും, അവരോട് പറയുക, സ്വർഗം, അതിലെ മണ്ണ് എന്ന് പറയുന്നത് വളരെയേറെ സുഗന്ധപൂരിതമായ മണ്ണാണ്. അദ്ബത്തുൽ മായി, അതിലെ വെള്ളം വളരെ തെളിമയാർന്ന വെള്ളമാണ്. ആ സ്വർഗത്തിൽ ഓരോരുത്തർക്കും വേണ്ടി ഇപ്പോൾ തന്നെ ഓരോ ചെടികൾ നട്ടുപിടിപ്പിക്കുവാൻ, സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ സ്വർഗീയ ലോകത്ത് ഓരോ ചെടികൾ നട്ടുപിടിപ്പിക്കുവാൻ ആവശ്യമായ ഒരു കാര്യം അവരോട് അറിയിക്കുക. എന്നിട്ട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, വഅന്ന ഗിറാസഹാ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങളെ, പ്രവാചകന്റെ മിഅ്റാജ് യാത്രയിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മഹിതമായ ഒരു നന്മയുടെ വശമാണിത്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ ധാരാളമായി വാഴ്ത്തുവാൻ, അവനെ സ്തുതിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ, തൗഹീദിന്റെ പ്രഖ്യാപനം എപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുവാൻ, ശക്തിയും കഴിവും പടച്ച റബ്ബേ നിന്നിൽ നിന്നല്ലാതെ ഇല്ല എന്ന റബ്ബിന്റെ ഏറ്റവും വലിയ ഖുദ്റത്തിനെ കുറിച്ചുള്ള ബോധവും നമ്മുടെ കഴിവുകേടിനെ സംബന്ധിച്ചുള്ള വിനീത ഭാവവും ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദിക്റുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഈ അവസരത്തിൽ സാന്ദർഭികമായി സൂചിപ്പിക്കുവാനുള്ളത്. ആ ഒരു നന്മ ഇബ്രാഹിം അലൈഹിസ്സലാം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ചൊരു ഉപദേശം തേടാതെ തന്നെ ഒരു നന്മ ഇങ്ങോട്ട് അറിയിച്ചു കൊടുക്കുകയാണ്. അതുപോലെ രണ്ടാമത്തെ അനുഭവം, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം 50 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കി എന്ന കൽപ്പനയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരികെ വരുമ്പോഴാണ് ബനൂ ഇസ്രായേല്യരെ നയിച്ചു പരിചയമുള്ള മഹാനായ മൂസാ അലൈഹിസ്സലാം അദ്ദേഹം നബി തങ്ങളോട് പറയുന്നു, പ്രവാചകരെ, എന്റെ ഉമ്മത്തിന് ഇത് സഹിക്കാനായിട്ടില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഉമ്മത്തിനും ഇത് സഹിക്കാനായിക്കൊള്ളണമെന്നില്ല. 50 നേരത്തെ നമസ്കാരം കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇർജിഅ് ഇലാ റബ്ബിക്, ഇർജിഅ് ഇലാ റബ്ബിക്, താങ്കളുടെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകൂ. എന്നിട്ട് ആ റബ്ബിനോട് നിങ്ങൾ ആവശ്യപ്പെടുക, അത്തഖ്ഫീഫ ഫഇന്ന ഉമ്മതക ലാ യുതീഖൂന ദാലിക, ഇതിൽ ഒരു ഇളവ് തരാൻ, ഈ 50ൽ ഒരു ഇളവ് തരാൻ അല്ലാഹുവിനോട് അപേക്ഷിക്കുക എന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പലവട്ടം അല്ലാഹുവിനെ സമീപിച്ച് അപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 50ന്റെ പുണ്യം നിലനിർത്തുകയും 5 നേരത്തെ നമസ്കാരമാക്കി ചുരുക്കി കൊടുക്കുകയും ചെയ്തു എന്ന നന്മ ഈ ഒരു മിഅ്റാജ് യാത്രയിൽ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഉപദേശത്തിന്റെ വെളിച്ചത്തിലായിരുന്നു എന്നുകൂടി സാന്ദർഭികമായി നമ്മൾ ഉണർത്തണം. അതും നമ്മൾ മനസ്സിലാക്കണം. 5 നേരത്തെ നമസ്കാരത്തിന് 50ന്റെ പുണ്യമാണുള്ളത്. 50ന്റെ പുണ്യമാണ് 5 നേരത്തെ നമസ്കാരത്തിനുള്ളത്. അതുപോലും നിലനിർത്താതെ, അതുപോലും സമയത്ത് നിർവഹിക്കാതെ, അതിന്റെ കാര്യത്തിൽ പോലും കൃത്യനിഷ്ഠയില്ലാതെ ജീവിക്കുന്ന നമ്മൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലുണ്ടായ അത്യപൂർവവും അത്യത്ഭുതകരവുമായ യാത്രയിലൂടെ ലഭിച്ച ഈ മഹനീയമായ സമ്മാനം അതിനോട് കൂറുപുലർത്തുക, നന്ദിയുള്ളവരാവുക. നമ്മുടെ ജീവിതത്തെ ആകെ അടിമുതൽ മുടിവരെ മാറ്റിമറിക്കാൻ ഉപയുക്തമായ ജീവിതത്തിലെ അശ്ലീലതകളെയും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും വൃത്തികേടുകളെയും മാറ്റിക്കൊണ്ട് നമുക്ക് വലിയ ശുദ്ധീകരണവും സംസ്കരണവും നൽകുന്ന ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഈ നമസ്കാരത്തിന്റെ കാര്യത്തിൽ എല്ലാവരും കണിശതയുള്ളവരാകണം എന്നതാണ് രണ്ടാമതായി സൂചിപ്പിക്കുവാനുള്ളത്. മൂന്നാമതായി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ യാത്രയിൽ അവിടുത്തേക്ക് അത്ഭുതകരമായ ഒട്ടേറെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കപ്പെട്ടു എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഒരുപാട് കാര്യങ്ങൾ മഹാനവറുകൾ കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കണ്ട വളരെയേറെ ദയനീയമായ ഒരു രംഗമുണ്ട്. അതെന്താണ്? ലമ്മാ ഉരിജ ബി മറർതു ബിഖൗമിൻ ലഹും അൽഫാറും മിൻ നുഹാസ്, ഞാൻ ചില ആളുകളുടെ സമീപത്തുകൂടി പോയി, ചില ആളുകളുടെ സമീപത്തുകൂടെ ഞാൻ നടന്നുപോയി. ആ ആളുകളുടെ പ്രത്യേകത, അവർക്കുണ്ട് ചെമ്പിനാലുള്ള നഖങ്ങളുണ്ട്, ചെമ്പ് കൊണ്ടുള്ള കൂർത്തുമൂർത്ത നഖങ്ങളുണ്ട്. യഹ്മിശൂന വുജൂഹഹും വസുദൂറഹും, ആ നഖങ്ങൾ മുഖേന അവരവരുടെ തന്നെ മുഖങ്ങളെയും മാറുകളെയും കീറി പിളർത്തുകൊണ്ടിരിക്കുന്നു. സ്വന്തം കൈകളിൽ ഫിറ്റ് ചെയ്യപ്പെട്ടുള്ള ചെമ്പിനാലുള്ള നഖങ്ങൾ മുഖേന മുഖവും മാറുമെല്ലാം കീറി പിളർത്തുകൊണ്ടിരിക്കുന്ന ഒരു ടീം, ഒരു സംഘം ആളുകളുടെ സമീപത്തുകൂടെ ഞാൻ നടന്നുപോയപ്പോൾ ഞാൻ ചോദിച്ചു, എന്റെ കൂടെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, മൻഹാഉലായി യാ ജിബ്രീൽ, ഓ ജിബ്രീലേ, ആരാണ് ഈ ശിക്ഷിക്കപ്പെടുന്ന ഈ ഭാഗം ആളുകൾ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പഠിപ്പിക്കുന്നു, ഹൗലാഇൽ ലദീന യഅകുലൂന ലഹൂമൻ നാസ് വയഖഊന ഫീ അറാദിഹിം, ഈ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് ആളുകളുടെ പച്ചമാംസം തിന്നുന്നവരായിരുന്നു. വയഖഊന ഫീ അറാദിഹിം,
ഇസ്റാഇഹിം, അവരുടെ അഭിമാനത്തിൽ കൈയിടുന്നവരായിരുന്നു. മനുഷ്യന്റെ അഭിമാനം എന്ന് പറയുന്നത് വളരെ പവിത്രമാണ്. അത് നാവുകൊണ്ടോ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളുടെ വാക്കുകൾ മുഖേനയോ മനുഷ്യനെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിൽ അവനെ കുറിച്ച് ഗീബത്ത് പറയലും നമീമത്ത് പറയലും അവന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിക്കൊണ്ട് സമൂഹ മധ്യത്തിൽ അവനെ ചവിട്ടിത്തേക്കലും അപമാനിക്കലും ചെയ്തുകൊണ്ടിരിക്കുന്ന അത് തൊഴിലാക്കിയ ആളുകൾക്കുള്ള ശിക്ഷയാണ് മഹ്ശറിൽ എന്താണ് നൽകപ്പെടുന്നത്? ചെമ്പുകൊണ്ടുള്ള കൂർത്തമൂർത്ത നഖങ്ങൾ മുഖേന പരിപാവനമായി താൻ കണ്ടിരുന്ന തന്റെ മാന്യമായ മുഖത്തെയും മാറിനെയും അതാ കീറിപ്പിളർത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വിശ്വാസികളെ നിങ്ങൾ ഊഹങ്ങളിൽ നിന്ന് അധിക എണ്ണത്തെയും വർജിക്കണം. ഇന്ന ബഅദല്ലന്നി ഇസ്മുൻ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദാ. നിങ്ങളിൽ ചിലർ ചിലരെ കുറിച്ച് അവരുടെ അസാന്നിധ്യത്തിൽ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹമ അഖീഹി മൈതാ. തന്റെ സഹോദരന്റെ ജഡം അതേ അവന് ജീവനില്ലാത്ത അവസ്ഥയിൽ ആ മയ്യത്തിൽ നിന്ന് വാരിക്കോരി തിന്നുന്നത്, അത് കടിച്ചു മുറിച്ച് ഭക്ഷിക്കുന്നത് നിങ്ങളിൽ ഒരാൾക്ക് ഇഷ്ടമാകുമോ? നിങ്ങൾക്കത് വെറുപ്പല്ലേ? അതുകൊണ്ട് വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലൂടെ വളരെ ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകിയതാണ്. ഒരാളുടെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കണ്ട, ഒരാളെയും അപമാനിക്കണ്ട, ഒരാളുടെയും കുറ്റങ്ങളും കുറവുകളും ചുഴിഞ്ഞന്വേഷിച്ച് നടക്കണ്ട, അത് സമൂഹത്തിന്റെ മുമ്പാകെ പ്രചരിപ്പിക്കണ്ട. അത് അവരവർക്ക് തന്നെയും അവരവർ മാന്യമായി സമൂഹത്തിൽ പ്രകടിപ്പിച്ചിരുന്ന മുഖത്തെ സ്വന്തം കൈവിരലുള്ള നഖങ്ങൾ കൊണ്ട് തന്നെ കീറിപ്പിളർത്തുന്ന ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ദുരന്തത്തിലേക്കാണ് അത് എത്തിക്കുന്നത് എന്ന് ഈ യാത്രയിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകി. നാലാമത് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ യാത്ര കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ താനിങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ പോയതും കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ അതേ ഖുറൈശി മുശ്രിക്കുകൾ പരിഹസിക്കുകയാണ്, അവർ നിഷേധിക്കുകയാണ്, അവരതിനെ കുറിച്ച് കളിയാക്കി സംസാരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉത്തരം മുട്ടിക്കാൻ ശ്രമിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസ് കണ്ടുവെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് കണ്ടവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അങ്ങോട്ട് യാത്ര പോയവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, എങ്കിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ വാതിലുകളുടെ എണ്ണം പറയാമോ? അതിന്റെ അകത്തെത്ര വാതിലുണ്ട്, പുറമേക്കെത്രയുണ്ട് എന്നിങ്ങനെ ബൈത്തുൽ മുഖദ്ദസിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ ഖുറൈശികൾ തയ്യാറായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹ് റിപ്പോർട്ട് ചെയ്യുന്നു. ലഖദ് റഅയ്തുനി ഫിൽ ഹിജ്രി വഖുറൈശ് തസ്അലുനി അൻ മസ്റായ. എന്റെ യാത്രയെക്കുറിച്ച് ഖുറൈശികൾ ചോദിക്കാൻ തുടങ്ങുന്നു. ഞാൻ പരിശുദ്ധ കഅബയുടെ ഹിജ്ർ ഭാഗത്തിരിക്കുന്ന വേളയിൽ ഫസഅലതിനി അൻ നശിയാ മിൻ ബൈത്തുൽ മഖ്ദിസി ലം മുസ്ബിത്ഹാ. എനിക്ക് തിട്ടമായും അറിയാത്ത കുറെ കാര്യങ്ങൾ ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് അവർ ചോദിച്ചല്ലോ. ഫകുരിബതു ഖുർബതൻ മാ കുരിബതു മിസ്ലഹു ഖത്തു. അന്നേരം ഞാൻ വിഷമിച്ചതുപോലെ ഒരു വിഷമവും മുമ്പ് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എന്തു പറയും റബ്ബേ, ഞാൻ ഇവരോടെന്ത് മറുപടി പറയും എന്ന് ഞാൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന നേരത്ത് ഫറഫഅഹുല്ലാഹു ലീ. അല്ലാഹ് ഞാൻ കാണുമാറ് ബൈത്തുൽ മുഖദ്ദസിനെ എന്റെ മുമ്പിലേക്ക് അങ്ങ് ഉയർത്തി കാണിക്കുന്നു. അൻദുറു ഇലൈ. ഞാൻ ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇങ്ങനെ നോക്കുന്നു. മാ യസ്അലൂനി അൻ ഷൈഇൻ. ആ ഖുറൈശി മുശ്രിക്കുകൾ എന്നോട് ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് എന്തൊന്ന് ചോദിക്കുന്നുണ്ടോ, ഇല്ലാ അൻബഅതുഹും ബിഹി. ഒക്കെ എല്ലാ ചോദ്യത്തിനും ഞാൻ ക്ലിയറായ മറുപടി എനിക്ക് കൊടുക്കാൻ കഴിയുന്നു. എന്തവർ ചോദിച്ചാലും ബൈത്തുൽ മുഖദ്ദസ് ഇങ്ങനെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തരികയാണ്. അത് ഖുറൈശി മുശ്രിക്കുകൾക്ക് കാണാൻ കഴിയുന്നില്ല, അവിടെയുള്ള മറ്റൊരാൾക്കും കാണാനാകുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന് ആ സന്ദർഭത്തിലതാ മുഅ്ജിസത്ത് എന്ന നിലക്ക് ബൈത്തുൽ മുഖദ്ദസിനെ അങ്ങ് ഉയർത്തി കാണിച്ചു കൊടുത്ത് മക്കയിൽ ഹിജ്റിലിരിക്കുന്ന നബിതങ്ങൾ ബൈത്തുൽ മുഖദ്ദസിന്റെ ഓരോ ഭാഗവും എന്താണെന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയുന്നു.
ഇതും അവിടുത്തെ ജീവിതത്തിലുണ്ടായ ഈ യാത്രക്ക് ശേഷവും നിലനിന്ന ഒരു അമാനുഷികമായ സംഭവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 278-ാമത്തെ ഹദീസായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത്. എന്തേ കാരണം? സഹോദരങ്ങളെ, ഏതും നമ്മൾ പറയുമ്പോ സ്വഹീഹായ ഹദീസുകളാണെങ്കിലേ പറയാവൂ, സ്വഹീഹായ ഹദീസുകളാണെങ്കിലേ അത് പ്രചരിപ്പിക്കാവൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കഫാ ബിൽ മർഇ ഇസ്മാ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടതൊക്കെ പറഞ്ഞു നടക്കൽ തന്നെ മതി ഒരു മനുഷ്യന് പാപമായിട്ട്. കളവാകാനും കുറ്റമാകാനും കേട്ടതൊക്കെ പറഞ്ഞു നടന്നാ മതി. അങ്ങനെ കേട്ടത് മുഴുവൻ പ്രചരിപ്പിക്കാൻ പാടില്ല. ഈ സംഭവത്തിൽ തന്നെയും അതിന് പാഠമില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി എന്ന് തങ്ങൾ എന്തുകൊണ്ടാ പറയേണ്ടി വരുന്നത്? നബിക്കങ്ങ് പറഞ്ഞാ പോരെ എന്തെങ്കിലും ഊഹം വെച്ചുകൊണ്ട്? ബൈത്തുൽ മുഖദ്ദസ് കണ്ട നബി തങ്ങൾക്ക് ഊഹം വെച്ചുകൊണ്ട് എന്തെങ്കിലും അങ്ങ് പറഞ്ഞാൽ പോരെ. പക്ഷേ റസൂലുള്ള പറയുന്നത് ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. കാരണം ഉറപ്പില്ലാതെ ഊഹം പറയാൻ ഒരു മുസ്ലിമിന്റെ നാവ് കൊണ്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഉറപ്പ് വരുത്തിയ ശേഷമല്ലാതെ ഒരു കാര്യവും സംസാരിക്കാൻ പാടില്ല എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അഞ്ചാമതായി സഹോദരങ്ങളെ സൂചിപ്പിക്കുവാനുള്ളത്, ഏതൊരു വലിയ അത്ഭുതകരമായ കാര്യമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലൂടെ ഒരു കാര്യം അങ്ങ് വന്നു കഴിഞ്ഞാൽ അത് സ്ഥിരപ്പെട്ടോ ഇല്ലേ എന്ന പരിശോധന ആവശ്യമാണ്. ആ പരിശോധന കഴിഞ്ഞ് അത് സ്ഥിരപ്പെട്ടതാണ്, സനദ് സ്വഹീഹാണ്, അത് ശരിയായ ഹദീസാണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ അവനവന്റെ ബുദ്ധിയിലിട്ടുകൊണ്ട് അതിനെ അളക്കാൻ ആരും ശ്രമിക്കരുത്. അതാണ് അഞ്ചാമത്തെ പാഠം. എന്തേ? ഇസ്റാ മിഅ്റാജൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരികെ വന്ന് ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ നടന്ന് പലരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ല. മഹാനവറുകൾ കുറച്ച് ദൂരെ തന്റെ കൃഷിയിടത്തിലേക്ക് പോയതാ. ആ സമയത്താണ് ഈ സംഭവത്തിന്റെ വിവരണം നടക്കുന്നത്. ആളുകളൊക്കെ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈമാനിൽ ഒരൽപ്പം ചാഞ്ചല്യമുണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങി. നിന്റെ കൂട്ടുകാരനായ മുഹമ്മദ് ഇതുവരെ പറഞ്ഞതിനേക്കാളും വലിയ വിഡ്ഢിത്തം ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിളക്കാൻ വേണ്ടി ശത്രുക്കൾ ഓടിപ്പാഞ്ഞ് എത്തിയപ്പോൾ എവിടെയാണ് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളോട് പുച്ഛം കാണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വളർന്നു വരുന്ന ലോകമാണ്. ഹദീസുകളെ പരിഹസിക്കുന്ന ലോകമാണ്. ഹദീസുകളെ നിഷേധിച്ച് തള്ളിക്കളയുന്ന ഒരു വിഭാഗം മോഡേണിസ്റ്റുകൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. മുമ്പ് കാലത്തുമുള്ളതുപോലെ ഇന്നും ഹദീസുകളെ പച്ചയായി വലിച്ചെറിയുന്ന എത്രയോ ആളുകൾ വളർന്നു വരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതെത്ര വലിയ ദുരന്തമാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഈ വാർത്ത എത്തിയപ്പോൾ മഹാനവറുകൾ ചോദിക്കുന്നത് എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതാണ് ഒരു മുസ്ലിമിന്റെ ആദ്യത്തെ അന്വേഷണം വേണ്ടത്. അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു എന്ന് ഉറപ്പ് കിട്ടിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൻകാന ഖാലഹു ഫഖദ് സദഖ, ഇൻകാന ഖാലഹു ഫഖദ് സദഖ. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസദഖ ഫഖദ് സദഖ, അവിടുന്ന് 100% സത്യമാണ് പറഞ്ഞത്. എന്താ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം? ഒരു ഹദീസ് കണ്ടാൽ, ഒരു ഹദീസ് വായിച്ചു കേട്ടാൽ, ഒരു ഹദീസ് നമ്മൾ കിതാബിൽ നിന്ന് കേട്ടാൽ, അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും മനസ്സിലാക്കിയാൽ അതെന്റെ ബുദ്ധിക്ക് യോജിക്കൂല എന്ന് പറഞ്ഞ് ആദ്യം തന്നെ അത് തോട്ടിലേക്ക് വലിച്ചെറിയണം, കുപ്പത്തൊട്ടിയിൽ കെറിയണം എന്നൊന്നും പറയാൻ പാടില്ല. മറിച്ച് എന്താ ആദ്യം നോക്കേണ്ടത്? ഈ ഹദീസ് സ്വഹീഹാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? ഹദീസ് ഉണ്ടോന്ന് ആദ്യം ചോദിച്ചു. എന്റെ നേതാവ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ? അതാണ് ആദ്യം അന്വേഷിച്ചത്. പറഞ്ഞു എന്ന് ഉറപ്പായി. അപ്പൊ ഉടനെ പറയുന്നത് എന്താ? പറഞ്ഞെങ്കിൽ പിന്നെ എങ്ങനെ ഇപ്പൊ ഒരൊറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ 7 വാനത്തിന്റെയും അപ്പുറത്തേക്ക് പോവുക? എങ്ങനെ ഇപ്പൊ ബൈത്തുൽ മുഖദ്ദസിലൊക്കെ പോവുക? എങ്ങനെ ഇപ്പൊ ഒറ്റ രാത്രി കൊണ്ട് മടങ്ങി വരാം? അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അതെന്റെ യുക്തിക്ക് യോജിക്കുന്നില്ല എന്നൊന്നും പറയാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മെനക്കെടുന്നില്ല. മഹാനവറുകൾക്ക് ഒരൊറ്റ കാര്യം അറിയണ്ടു, നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? പറഞ്ഞിട്ടുണ്ട്. എന്നാ ഉടനെ അദ്ദേഹം പറയുന്നു ഫഖദ് സദഖ, ഫഖദ് സദഖ, അദ്ദേഹം സത്യമാണ് പറഞ്ഞത്.
അവിടെ മുതൽക്ക് അതുവരെ അബൂബക്കർ എന്നറിയപ്പെട്ടിരുന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് പിന്നീട് കിട്ടിയ പേര് സിദ്ദീഖ്. ഏത് കാര്യവും സത്യപ്പെടുത്തുന്ന നേതാവ്, സിദ്ദീഖീങ്ങളിൽ അറിയപ്പെടുന്ന നേതാവായിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സ്ഥാനക്കയറ്റം കിട്ടിയ സംഭവം കൂടി ഈ യാത്രയുടെ പ്രത്യേകത തന്നെ. അവിടെ എന്താണ്? ഹദീസ് ഉണ്ട്, സംഗതി ശരിയാണെന്ന് മനസ്സിലായപ്പോ അത് സത്യമാണ്. അതാണ് നമ്മളും മനസ്സിലാക്കേണ്ടതാ. ഒരു ഹദീസ് ഖുർആനെതിരെ ഹദീസിനെതിരെ ഇന്നിപ്പോ ഓരോരുത്തർ ബുഖാരിയൊക്കെ വായിച്ചിട്ട് മുസ്ലിമിലെ ഹദീസൊക്കെ വായിച്ചിട്ട് പറയും ഇതൊക്കെ തോട്ടിലെറിയണം, ഇത് ഖുർആനെതിരാണ്, ഇത് ഹദീസിനെതിരാണ് എന്നൊക്കെ പറയുന്നു. ആരോടാ ഇവൻ ഈ സംസാരിക്കുന്നത്? ആരോടാ സഹോദരായി സംസാരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണ്ടേ, ഖുർആനിന് വിരുദ്ധമായ ഒരു സ്വഹീഹായ ഹദീസ് വരുമോ? രണ്ടും അതോറിറ്റി ഒന്നല്ലേ? ഖുർആൻ ഇറക്കി തന്ന റബ്ബ് കൊടുക്കുന്ന വഹി തന്നെയാണ് ഹദീസും. അല്ലാതെ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂൽ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതൊന്നുമല്ല. അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്നത് തന്നെയാണ് ഹദീസും. അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കാറില്ല, അവിടുത്തേക്ക് അറിയിച്ചു കൊടുക്കപ്പെടുന്ന വഹി കൊണ്ടല്ലാതെ. ഇപ്പൊ രണ്ടും ഒന്നാ അള്ളയെ അറിയിക്കുന്നത്. അള്ള പറഞ്ഞതിൽ വൈരുദ്ധ്യം ഉണ്ടാവോ? ഉണ്ടാവില്ല. അവനവന്റെ കൊച്ചു ബുദ്ധിക്ക് ചിലപ്പോ തോന്നും അത് വിരുദ്ധാണ്, അതെ അത് മോശമാണ്, ആൾക്കാരുടെ ഇടയിൽ പറയാൻ കൊള്ളാത്ത ഹദീസാണ്, ആൾക്കാരുടെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ കൊള്ളാത്ത ഹദീസാണ് എന്നൊക്കെ മനുഷ്യനോട് ശൈത്താൻ തോന്നിപ്പിക്കും. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ആരെത്ര പരിഹസിച്ചാലും കളിയാക്കിയാലും മുശ്രിക്കീങ്ങൾ തലയിൽ കൈവച്ച് ആർത്ത് ചിരിച്ച് പരിഹസിക്കുന്ന വിഷയത്തെ പറ്റി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കമന്റ് എന്താണ്? അതെ, അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഖദ് സദഖ, സത്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ ചരിത്രത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾ പാഠം പഠിക്കുക. അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും സത്യസന്ധമാണ്. ഒന്നിനെയും ചോദ്യം ചെയ്യാതെ അംഗീകരിക്കലാണ് സത്യവിശ്വാസിയുടെ മുഖമുദ്ര. അവിടുന്ന് നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ മുറുകെ പിടിക്കണം. അവിടുന്ന് നിങ്ങളോട് വിരോധിച്ചത് എന്തുണ്ടോ അവയിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടുനിൽക്കണം, വർജിക്കണം, അത് അവസാനിപ്പിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ, ഈ മാസത്തിന്റെ തുടക്കത്തിലെ ഖുത്ബയിൽ തന്നെ നിങ്ങളോട് സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ആവർത്തിക്കുകയാണ്. എന്താണ്? ഈ ഒരു മാസം മിഅ്റാജിന്റെയും ഇസ്രായിന്റെയും ചർച്ചകൾ നടക്കുന്ന മാസമാണ്. എന്നാൽ റജബ് 27-നാണ് മിഅ്റാജും ഇസ്രാവും ഉണ്ടായത് എന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന ഒരു കാര്യമല്ല. ഇനി സ്ഥിരപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. എന്നാൽ തന്നെയും പ്രിയമുള്ളവരെ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക നമസ്കാരമോ ഒരു പ്രത്യേക നോമ്പോ ഒരു പ്രത്യേക ദാനധർമ്മമോ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് മിഅ്റാജ് നോമ്പെന്ന പേരിൽ ഒരു നോമ്പില്ല, മിഅ്റാജ് നോമ്പെന്ന പേരിൽ ഒരു നോമ്പില്ല, അതിന്റെ പേരിൽ ഒരു പ്രത്യേക നിസ്കാരമില്ല, അന്നൊരു പ്രത്യേക ദാനധർമ്മങ്ങളില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചവ മാത്രമേ ഇബാദത്തുകൾ, പുണ്യകർമ്മങ്ങൾ എന്ന നിലക്ക് അനുഷ്ഠിക്കാൻ പാടുള്ളൂ. അല്ലാത്തവയെല്ലാം മതത്തിലെ പുതുനിർമ്മിതികളാണ്. പുതുനിർമ്മിതികളെല്ലാം വഴികേടുകളാണ്. വഴികേടുകളെല്ലാം എത്തിച്ചേരുന്ന ഒരു നരകത്തിലേക്കുമായിരിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ശരിയായ വഴിത്താരയിലൂടെ മുന്നോട്ട് പോകുന്ന, പൂർണ്ണമായും അവയെ അംഗീകരിക്കുന്ന വിനീത ഭാവമുള്ളവരുടെ കൂട്ടത്തിൽ റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മരണ ശേഷവും നിലനിൽക്കുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒന്നാണ് നിലനിൽക്കുന്ന സദഖ എന്ന് പറയുന്നത്. സദഖത്തുൻ ജാരിയ. ജീവിത കാലഘട്ടത്തിൽ നല്ല ആരോഗ്യവും താല്പര്യവും പണത്തോട് ആർത്തിയുമൊക്കെയുള്ള കാലഘട്ടത്തിൽ എന്തെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് നിലനിൽക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള വഖഫുകൾ അഥവാ സ്വതക്കകൾ ചെയ്യുക എന്നതാണ് ജാരിയായ സ്വതക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പള്ളി നിർമ്മാണങ്ങൾ,
അതുപോലെ തന്നെ മദ്രസ നിർമ്മാണങ്ങൾ, ദീനീ സ്ഥാപനങ്ങൾ നിർമ്മിക്കൽ, അതുപോലെ തന്നെ അതിനുള്ള വരുമാനത്തിനുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കൽ പോലെയുള്ള ഏത് കാര്യങ്ങളുണ്ടോ അതെവിടെയാണെങ്കിലും അത്തരത്തിലുള്ള സംരംഭങ്ങളുമായി നിങ്ങൾ എല്ലാവരും കൂടുതൽ സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, അജ്മാനിൽ നമ്മുടെ അവിടുത്തെ ഗവൺമെന്റ് അവിടെയുള്ള നമ്മുടെ പ്രവർത്തകന്മാർക്ക് വേണ്ടി ഏതാനും സ്ഥലം, ഇസ്ലാമികമായ സ്ഥാപനം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി അതിന് വേണ്ട രൂപത്തിൽ അവിടുത്തെ ഗവൺമെന്റ് അനുവദിച്ചു തന്നിട്ടുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അവിടെ ബിൽഡിംഗ് നിർമ്മിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ അതിന്റെ പ്രവർത്തകർ നടത്തുന്നുണ്ട്. നിങ്ങൾ അവരുമായി സഹകരിക്കണം. അവർ നിങ്ങളെ ഏതെങ്കിലും ദിവസങ്ങളിൽ സമീപിക്കുമ്പോൾ നിങ്ങൾ അതുമായി സഹകരിക്കണം എന്ന് സാന്ദർഭികമായി മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഅത്തുൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന വഹുവ ഫീ ഖബ്രിഹി ബഅദ മൗതിഹി. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാലും അയാളുടെ മരണശേഷം അയാളുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ 7 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുകയാണ്. പഠിപ്പിച്ചിട്ടുള്ള ഇൽമ് ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്, സൂചന കൊണ്ട് മതിയാക്കുകയാണ്. ജീവിതകാലത്ത് താൻ പകർന്നു കൊടുത്തിട്ടുള്ള വിജ്ഞാനം മരണശേഷവും തനിക്ക് ഉപകരിക്കും. ഔ അജറാ നഹാറ ഔ ഹഫറ ബിഅറ, കിണർ കുഴിക്കുന്നത്, വെള്ളത്തിന് വേണ്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നത്. ഔ ഗറസ നഖല, ഒരു കായ്കനികളുള്ള മരം നട്ടുപിടിപ്പിക്കുന്നത്. ഔ ബനാ മസ്ജിദ, അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിക്കുന്നത്. ഔ വറസ മുസഹഫ, ഒരു പരിശുദ്ധ ഖുർആനിന്റെ കോപ്പി അല്ലെങ്കിൽ ഖുർആനിനെ കുറിച്ചുള്ള പഠനത്തിന് സഹായിയാകുന്ന നിലക്കുള്ള ഏതെങ്കിലും ആ നിലക്കുള്ള ഗ്രന്ഥങ്ങളെ പിൻഗാമികൾക്ക് വിട്ടുകൊടുക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം. ഔ തറക വലദ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, മരണാനന്തരവും തനിക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്ന സാലിഹീങ്ങളായ സന്താനം. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മരിച്ചാലും നമ്മുടേതായ പ്രവർത്തനങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരവ് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്നാണ് മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനെ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളാവുകയില്ല. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പുണ്യം കിട്ടണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചെലവഴിക്കണം എന്ന ആയത്ത് കേട്ടപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ സമ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തോട്ടമുണ്ട്, ബൈറുഹാ തോട്ടം. ആ തോട്ടം അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ സ്വതഖ ചെയ്തിരിക്കുന്നു, വഖഫായി ചെയ്തിരിക്കുന്നു എന്ന് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഖിൻ ദാലിക മാലുൻ റാബിഹുൻ, ദാലിക മാലുൻ റാബിഹുൻ, വമ്പിച്ച വിജയമുള്ള വമ്പിച്ച ലാഭകരമായ കച്ചവടമാണ് ചെയ്തത്. വെരി ഗുഡ്, വളരെ നന്നായി, ബഖിൻ ബഖിൻ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുകയാണ്. മഹാന്മാര് നടന്നുപോയ അത്തരത്തിലുള്ള വഴിത്താരകളിലൂടെ സമ്പത്തിന്റെ ഉള്ള വകുപ്പുകളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ജീവിതകാലത്ത് നാമും ചെയ്തു വെക്കുക. സർവശക്തന്റെ വലിയ അനുഗ്രഹം നമ്മുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാം അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനൻ നാർ. അല്ലാഹുമ്മ അർഹം ശുയൂഖൽ ഇമാറാത്ത് الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.